ഇപ്പോൾ സൈറ്റ് പ്ലാൻ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ വരച്ചിരിക്കുന്ന ബിൽഡിംഗ് ഡ്രോയിങ് പോലെയല്ല, ഇത് വേറൊരു കൺസെപ്റ്റ് ഇതിൽ വരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലൊക്കെ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പം ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതെവിടെയാണ് വരുന്നതെന്നുള്ളതും കൂടെ ആ സബ്മിറ്റ് ചെയ്യുന്ന ഡ്രോയിങ്സിന്റെ കൂടെ, അതായത് പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രോയിങ്സ്, ഒരു ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന എല്ലാ ഡ്രോയിങ്സിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഡ്രോയിങ് ആണ് സൈറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റ് പ്ലാനിനെ കുറിച്ച് ഫസ്റ്റ് തന്നെ ഞാൻ പറയാം. സൈറ്റ് പ്ലാൻ എപ്പോഴും വരയ്ക്കുന്നത് 1:400 ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയില് 1:400 ആയിരിക്കും. സൈറ്റ് പ്ലാൻ 1:100 വരയ്ക്കില്ല. കാരണം ഒരു സൈറ്റിന്റെ, അതായത് ആ ബിൽഡിംഗ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ സൈറ്റിന്റെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് സൈറ്റ് പ്ലാൻ നോക്കിയാൽ മനസ്സിലാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയ നമ്മൾ സൈറ്റ് പ്ലാനിന്റെ അകത്ത് ഉൾക്കൊള്ളിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ സൈറ്റ് പ്ലാൻ നമ്മൾ വരയ്ക്കുമ്പോൾ സ്കെയില് 1:400 വരയ്ക്കുക. ഓക്കെ, മിനിമം ആ ഒരു സ്കെയിലാണ് വരയ്ക്കുക. അതായത് 1:100 നമുക്ക് ഒരു സെന്റിമീറ്ററിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 400 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും 1:400 എന്ന് പറയുമ്പോൾ. ഇപ്പൊ ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ 1 സെന്റിമീറ്റർ വരയ്ക്കുമ്പോൾ അത് 100 സെന്റിമീറ്റർ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ബിൽഡിംഗ് പ്ലാനുകളൊക്കെ നമ്മൾ 1:100 വരയ്ക്കുമ്പോൾ സൈറ്റ് പ്ലാൻ അതിന്റെ അതായത് 1 സെന്റിമീറ്റർ നമ്മൾ വരയ്ക്കുന്ന ലൈൻ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 400 സെന്റിമീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ്. ബിൽഡിങ്ങിന്റെ പ്ലാനിന് പെർമിറ്റ് കിട്ടാനൊക്കെ ആയിട്ട് സൈറ്റ് പ്ലാൻ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബിൽഡിംഗ്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിംഗ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കേണ്ടത്. അപ്പൊ ആദ്യമായിട്ട് ഒരു സൈറ്റ് പ്ലാനിൽ നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഞാൻ നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോർത്ത് ഡയറക്ഷൻ N എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ ഡ്രോയിങ്ങിലും അത് നിർബന്ധമായിട്ടും ഉൾക്കൊള്ളിക്കേണ്ടതാണ്. ഇവിടെ കാണാം, കണ്ടോ, അത് എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുന്നത് റൈറ്റ് സൈഡിലായിരിക്കും. റൈറ്റ് സൈഡിൽ അതിന്റെ ടോപ്പ് കോർണറിലായിരിക്കും നമ്മൾ എപ്പോഴും നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നോർത്ത് മാർക്ക് ചെയ്യണം. അതിൽ എപ്പോഴും ഇതുപോലെ ഒരു ഏരോ മാർക്ക് കൊടുത്തിട്ട് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, ചുമ്മാ ഒരു ഏരോ കൊടുത്തിട്ട് N ഇട്ടാലും കുഴപ്പമില്ല. അതായത് ഈ രീതിയിലാണ് നമ്മൾ നോർത്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പൊ ആ ബിൽഡിങ്ങിന്റെ പ്ലോട്ട്, ബിൽഡിംഗ് ചെയ്യാൻ പോകുന്ന പ്ലോട്ട് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ നോർത്ത് മുകളിലാവുന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും സൈറ്റ് പ്ലാൻ വരയ്ക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇനി സൈറ്റ് പ്ലാനിൽ എന്തൊക്കെ വരും, അതായത് ആ സൈറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ടത് നമ്മളിപ്പം ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന പ്ലോട്ടിലേക്ക് വരുന്ന വഴികൾ, ഓക്കെ, അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴികളും അതിന് മുന്നിൽ കൂടെ വഴികൾ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സൈറ്റ് പ്ലാനിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രൊപ്പോസ്ഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത് കാണാം. അപ്പൊ ഈ ഒരു ബിൽഡിംഗ് ആണ് ഞാനിപ്പോ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനാണ് എനിക്ക് അപ്രൂവൽ കിട്ടേണ്ടത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നോർത്ത് മാർക്ക് ചെയ്തു. നോർത്ത് മാർക്ക് ചെയ്തിട്ട് അപ്പൊ ഈ സൈറ്റ് പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മള് ഇപ്പൊ എവിടെയാണോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് ആ സൈറ്റ് പോയിട്ട് ആ സൈറ്റിന്റെ ഡീറ്റെയിൽസ് മൊത്തം നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ ആ ഒരു സ്ഥലത്തിന്റെ ആധാരമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സ്കെച്ച് ഉണ്ടാവും. അപ്പൊ ആ സ്കെച്ചിൽ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻസും കാര്യങ്ങളും അതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇനി ആ അതിരുകളിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, എവിടെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്, അപ്പൊ ആ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന വീടിന്റെ ആ ഒരു ഔട്ട്ലൈൻ എവിടെ വരുമോ അതിലേക്കുള്ള ഡിസ്റ്റൻസുകളെല്ലാം നമ്മൾ ഓരോ അതിരിൽ നിന്നും കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിരുകളിൽ നിന്നും വേറെ ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആ ഒരു പ്ലോട്ടിന്റെ അകത്ത് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെയുള്ള ഡിസ്റ്റൻസ്, ആ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ പറഞ്ഞു ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടാന്നുള്ളത് ഫസ്റ്റ് കാണിക്കണം. അപ്പൊ എത്തിപ്പെടാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം 2 റോഡുകൾ കാണാം. ഇത് അവിടെ ഒരു റോഡ് ടു പെരുവണ്ണാമൂഴി എന്ന് പറഞ്ഞിട്ട് റോഡ്. ഓക്കെ, അത് ഇവിടെ വന്ന് ഇവിടെ വേറൊരു റോഡ് ഉണ്ട് ടു ചക്കിട്ടപ്പാറ ടു പിള്ള പെരുവണ്ണ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു റോഡ്. അപ്പൊ ഇതിൽ ഇവിടെ ഒരു ജംഗ്ഷനിൽ വരുന്നു. ആ ജംഗ്ഷനിന്ന് പെരുവണ്ണാമൂഴിക്കുള്ള റോഡാണിത്. ഓക്കെ, അതായത് ഇവിടെ പെരുവണ്ണാമൂഴിന്ന് വരുന്ന സമയത്ത് പെരുവണ്ണാമൂഴിന്ന് ഈ പിള്ള പെരുവണ്ണ, ഓക്കെ, അല്ലെങ്കിൽ ചക്കിട്ടപ്പാറയ്ക്ക് പോകുന്ന ഒരു റൂട്ടാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. അതിവിടെ വന്ന ഒരു ജംഗ്ഷനിലെത്തും. ആ ജംഗ്ഷൻ അത് ചക്കിട്ടപ്പാറയ്ക്കും പിള്ള പെരുവണ്ണയ്ക്കായിട്ട് തിരിഞ്ഞു പോകുന്നു. അപ്പൊ ആ ഒരു റോഡിലാണ് ഇത് വരുന്നത് എന്നുള്ളത്
ഓക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ഏകദേശം എവിടെയാണ് വരുന്നത് എന്നുള്ളത്, ഏകദേശം അതിന്റെ ലൊക്കേഷൻ ഏത് റോഡിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ അപ്പൊ ഇവിടെ വരുന്ന ഒരു പോർഷൻ പെരുവണ്ണാമൂഴിക്കും ഇപ്പുറത്തെ ഭാഗത്തേക്ക് അത് ചക്കിട്ടപ്പാറയ്ക്കും അതുപോലെ തന്നെ പിള്ളപ്പരുവടയ്ക്കും പോകുന്ന റോഡായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ അപ്പൊ ഏകദേശം നമുക്ക് അത് ആ ജംഗ്ഷൻ വരുന്നതിന് അടുത്തായിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ആ ഒരു പ്ലോട്ടിന്റെ ഡയമെൻഷൻ ഇപ്പൊ ഇവിടെ ഈ ഒരു അതിരില് 7.0 മീറ്റർ ആണ് ഇതിന്റെ ഡയമെൻഷൻ വരുന്നത്. അതുപോലെ ഈ അതിര് 4230 ഓക്കെ ഓക്കെ അപ്പൊ ഈ ഒരു സെന്റിമീറ്ററിലാണ് 7070 സെന്റിമീറ്റർ ആണ് ഇവിടെ വരുന്ന സൈസ് വരുന്നത്. അതായത് 70 മീറ്റർ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് 42.30 മീറ്റർ വരുന്നുണ്ട്. അപ്പൊ ആ അതിരിൽ നിന്നുള്ള ഡയമെൻഷൻസ് ഒക്കെ കാണിച്ചു. ഓക്കെ ഇനി അതിരിന്റെ അകത്ത് വരുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ, അതായത് ആ ഒരു പ്ലോട്ടിൽ വരുന്ന ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ അത് കാണിക്കണം. അപ്പൊ ഇവിടെ ഒരു CSI ചർച്ച് ഉണ്ട് ഈ ഒരു പ്ലോട്ടിന്റെ അകത്ത് വരുന്നത്. അപ്പൊ അത് ഏകദേശം എവിടെയാ വരുന്നത് എന്നുള്ളത് കാണിച്ചു. ഓക്കെ ആ CSI ചർച്ച് ഇവിടെ കാണിച്ചു. അപ്പൊ ആ ഒരു ചർച്ചിന് ബിൽഡിംഗ് നമ്പർ ഉണ്ടെങ്കിൽ അതും കാണിക്കണം. ഓക്കെ അത് ലൊക്കേഷൻ കാണിക്കണം. അപ്പൊ ഇത് 10ാം വാർഡില് 279ാമത്തെ വീടാണ് അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് ആണ്, അതിന്റെ നമ്പറും ഡീറ്റെയിലും കാണിച്ചു. ഓക്കെ അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാൻ എവിടെയാ വരുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ അപ്പൊ CSI ചർച്ച് വരുന്ന സ്ഥലത്താണ് ഈ പ്ലോട്ട് വരുന്നത്. അതിന്റെ മുന്നിൽ കൂടെ പെരുവണ്ണാമൂഴിക്കും അതുപോലെ പെരുവണ്ണയ്ക്കും ചക്കട്ടപ്പാറയ്ക്കും പോകുന്ന രീതിയിലുള്ള റോഡ് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ അതുപോലെ തന്നെ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ കാണിച്ചു. അതുപോലെ തന്നെ അടുത്ത പറമ്പുകളിലുള്ള അല്ലെങ്കിൽ നെയ്ബറിംഗ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ഹൗസുകളും കാണിക്കാം. ഓക്കെ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിൽഡിങ്ങോ ലാൻഡ് മാർക്കുകളോ ഉണ്ടെങ്കിൽ അതും കാണിക്കാം. അപ്പൊ ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് ഹൗസ് കാണിച്ചു, അതുപോലെ ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് ഹൗസ് കാണിച്ചു. വേറെ വീടുകൾ ഉണ്ടെങ്കിൽ ഇതിന് ചുറ്റുവട്ടത്തുള്ള വീടുകളും കൂടെ ഈ പ്ലാനിന്റെ അകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ അപ്പൊ അത് കാണിച്ചു. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിൽഡിംഗ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പൊ ആ ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിന്റെ ഔട്ട്ലൈൻ ആണ്. ഓക്കെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് അതിന്റെ അകത്ത് എല്ലാം ഫുൾ ഉൾപ്പെടുന്ന രീതിയിൽ അതിന്റെ ഔട്ട്ലൈൻ ആണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഓക്കെ ഇത്രയും ഭാഗം ഞാൻ ജസ്റ്റ് ഇവിടെ റൗണ്ട് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബിൽഡിംഗ്. ഓക്കെ ആ ബിൽഡിങ്ങിന്റെ പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. ഓക്കെ അപ്പൊ ഈ ഒരു ബിൽഡിംഗിന്റെ ഔട്ട്ലൈൻ നമ്മൾ കാണിക്കണം. അപ്പൊ ഇവിടെ വേറൊരു കാര്യം നിങ്ങൾക്ക് കാണാം, എക്സിസ്റ്റിംഗ് ഹൗസ് ടു ബി ഡിമോളിഷ്ഡ്. അതായത് അവിടെ ഓൾറെഡി ഒരു വീട് ഉണ്ടായിരുന്നു, അത് പൊളിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയൊരു ബിൽഡിംഗ് അവിടെ എടുക്കാൻ പോകുന്നത്. അപ്പൊ ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിംഗ് കാണിച്ചു. ഓക്കെ അത് ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു റെക്ടാംഗിളിൽ കാണിച്ചിട്ട് അത് ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ അതായത് അത് ഡിമോളിഷ് ചെയ്യാൻ പോകുന്ന ബിൽഡിംഗ് ആണ്. അപ്പൊ അത് അവിടെ എഴുതി കാണിച്ചു. അതിനിപ്പോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്പർ 10ാം വാർഡിൽ 280ാമത്തെ ബിൽഡിംഗ് നമ്പർ ആണത്. ഓക്കെ അപ്പൊ അത് എക്സിസ്റ്റിംഗ് കാണിച്ചു. അതിന്റെ പുറമേ കൂടെയാണ് ഓക്കെ അല്ലെങ്കിൽ അത് ഇരിക്കുന്ന ആ ഏരിയയും കൂടി ഉൾപ്പെടെയാണ് ഇപ്പം പുതുതായിട്ട് ആ ഒരു ബിൽഡിംഗ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ബിൽഡിംഗ് പുതിയ ബിൽഡിങ്ങിന്റെ ഔട്ട്ലൈൻ കാണിച്ചിട്ട് ഓരോ അതിരിൽ നിന്നുള്ള ഡിസ്റ്റൻസും കാണിക്കണം. ഓക്കെ അതായത് ഓരോ സൈഡിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിരുകളിൽ നിന്നുള്ള ഡിസ്റ്റൻസുകൾ, അതായത് ഇത് കണ്ടോ മെയിൻ റോഡിൽ നിന്ന് 830 മീറ്റർ, ഈ സൈഡില് ഈ ബിൽഡിങ്ങിന്റെ ഈ ഒരു ഭാഗത്തേക്ക് 880 സെന്റിമീറ്റർ, ഓക്കെ സെന്റിമീറ്റർ 830 സെന്റിമീറ്റർ. അതുപോലെ ഇവിടെ ഈ ഒരു ഭാഗത്തുനിന്ന് 3800 സെന്റിമീറ്റർ ആണ്. ഇവിടുന്ന് 1960 സെന്റിമീറ്റർ ആണ് ഈ ബിൽഡിങ്ങിന്റെ അതിരിലേക്ക്, ബിൽഡിങ്ങിൽ നിന്ന് ആ പ്ലോട്ടിന്റെ അതിരിലേക്ക് വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് CSI ചർച്ചിലേക്ക് 1300 സെന്റിമീറ്റർ, ഓക്കെ അതായത് 13 മീറ്റർ ആണ് അതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ആ പുതിയ ബിൽഡിംഗ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ CSI ചർച്ചിലേക്ക് വരുന്നത് 13 മീറ്റർ അല്ലെങ്കിൽ 1300 സെന്റിമീറ്റർ ആണ്. ഓക്കെ അപ്പൊ ആ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു. അതായത് അതിരിൽ നിന്നുള്ളതും അതുപോലെ റോഡിൽ നിന്നുള്ളതും എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങുകൾ അതിലുണ്ടെങ്കിൽ അതിലേക്കുള്ള ഡിസ്റ്റൻസുകളെല്ലാം കാണിച്ചു. ഓക്കെ അപ്പൊ ആ ബിൽഡിങ്ങിൽ നിന്ന് അതിരുകളിലേക്കും എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതിനകത്ത് വരണം. ഓക്കെ അപ്പൊ ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ കിണർ ഉണ്ടെങ്കിൽ കിണർ കാണിക്കണം. അപ്പൊ എക്സിസ്റ്റിംഗ് വെല്ല് കാണിച്ചു, എക്സിസ്റ്റിംഗ് വെല്ല് അത് കാണിച്ചു. അതുപോലെ തന്നെ ഇതിലിപ്പം നമ്മൾ സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ ലീച്ച് പിറ്റോ, ഇപ്പൊ ചെറിയ ചെറിയ വീടുകൾക്കാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് സെപ്റ്റിക് ടാങ്ക് ആയിട്ട് ചെയ്യാറില്ല, ലീച്ച് പിറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ അപ്പൊ ഇവിടെ ലീച്ച് പിറ്റ് ആണ്, അപ്പൊ ലീച്ച് പിറ്റ് കാണിച്ചിരിക്കുന്നു. ഇനി സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ സെപ്റ്റിക് ടാങ്ക് കാണിക്കണം. ഓക്കെ സെപ്റ്റിക് ടാങ്കും ഈ കിണറും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് മിനിമം 7 മീറ്റർ ഉണ്ടായിരിക്കണം എന്നാണ് മിനിമം, അതിൽ കൂടുതൽ ആയിരിക്കണം. ഓക്കെ അതിൽ അടുക്കാൻ പാടില്ല, കാരണം കിണർ
കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ടാവണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇവിടെ എക്സിസ്റ്റിംഗ് വെല്ലും ലീച്ച് പിറ്റ് അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിലേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ട്, 7 മീറ്ററിനേക്കാളും കൂടുതലുണ്ട്. അപ്പൊ അത് ഓക്കെ ആണ്. അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റ് വാട്ടറിന്റെ വേറെ സോക്ക് പിറ്റും കൂടെ ഉണ്ട്. ഓക്കെ, അതും 7 മീറ്ററിൽ കൂടുതലായിട്ട് തന്നെയാണ് അതും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റോഡിൽ നിന്ന് എങ്ങനെയാണ് ഈ ബിൽഡിങ്ങിലേക്ക് കയറേണ്ടത്, ആ ബിൽഡിങ്ങിലേക്ക് ആക്സസ് എങ്ങനെയാ വരുന്നത് എന്നുള്ളതും കാണിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഭാഗത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്, എൻട്രി വരുന്നത്. ഈ റോഡിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള എൻട്രി വരുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പൊ അത് ആക്സസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട വേറൊരു കാര്യം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക്. ഇപ്പൊ നമ്മൾ പ്ലാൻ സബ്മിറ്റ് ചെയ്യുമ്പോഴൊക്കെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന്റെ ഡീറ്റെയിൽസ് ആ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രൊപ്പോസ്ഡ്, അത് PRO എന്ന് പറയുന്ന പ്രൊപ്പോസ്ഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക്. അപ്പം അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കോർണറിൽ നിന്ന് അത് 250 സെന്റിമീറ്റർ മാറിയിട്ടാണ് പ്രൊവൈഡ് കൊടുത്തിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ സൈറ്റ് പ്ലാനിൽ വരേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പൊ നമ്മളൊരു പുതിയ ബിൽഡിംഗ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഒരു പ്ലോട്ടിൽ ഓക്കെ ആധാരപ്രകാരം അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു പ്ലോട്ട് എങ്ങനെയാണോ ആ പ്ലോട്ടിന്റെ അതിരുകളെല്ലാം കാണിച്ച് അതിൻ്റെ അകത്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിംഗ് എന്ത് ചെയ്യണം, ഒരു ലൈൻ സ്കെച്ച് ആയിട്ട് നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. ഫുള്ള് ജസ്റ്റ് ലൈൻ വെച്ച് മാത്രം റെപ്രസെന്റ് ചെയ്താൽ മതി. അതിലുള്ള റൂമിന്റെ ഡീറ്റെയിൽസ് ഒന്നും സൈറ്റ് പ്ലാനിൽ കാണിക്കണമെന്നില്ല. എന്നിട്ട് അതിന്റെ അതിരിലേക്കുള്ള ഡിസ്റ്റൻസുകളെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. എക്സിസ്റ്റിംഗ് വെൽ ഉണ്ടെങ്കിൽ അത് കാണിക്കണം. ഇപ്പൊ സെപ്റ്റിക് ടാങ്ക് ലീച്ച് പിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് ആ എക്സിസ്റ്റിംഗ് വെൽ എന്നുള്ള ഡിസ്റ്റൻസുകൾ അതിൽ കാണിക്കണം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക്, ഓക്കെ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടാങ്ക് നമ്മൾ ആ പ്ലോട്ടിൽ എവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് കാണിക്കണം. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങോ നെയ്ബറിംഗ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ നമ്പർ കാണിക്കാം, ആ ബിൽഡിങ്ങും അതെന്താണെന്നും അതുപോലെ തന്നെ അതിന്റെ നമ്പറും കാണിക്കാം. ആ ബിൽഡിങ്ങിൽ നിന്നുള്ള ആ പ്ലോട്ടിൽ തന്നെ വേറെ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇപ്പൊ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിന്റെ ഡിസ്റ്റൻസ് നമുക്ക് കാണിക്കാം. ഇനി അഡീഷണൽ ആയിട്ട് ഇതിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് കാണിക്കാം. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടെങ്കിൽ EP എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ ഇലക്ട്രിക് പോസ്റ്റ് കാണിക്കാം. അതിന്റെ നമ്പറും കൂടെ മെൻഷൻ ചെയ്യാം. ഇലക്ട്രിക് പോസ്റ്റ് നമ്പർ, അതിന്റെ ഒരു നമ്പർ ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുത്തിട്ടുള്ള നമ്പർ ഉണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ആ സൈറ്റ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ വരച്ചിരിക്കുന്നതിൽ ഇലക്ട്രിക് പോസ്റ്റ് എവിടെയാന്നുള്ള അതിന്റെ നമ്പർ അനുസരിച്ച് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, ആ കാര്യങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു സൈറ്റ് പ്ലാനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മെയിൻ ആയിട്ട് പ്രധാനമായിട്ടും വരേണ്ട കാര്യങ്ങൾ. അതില് ആ പ്ലോട്ടിലേക്ക് എത്തിപ്പെടാനുള്ള റോഡുകൾ കാണിക്കണം. ഓക്കെ, അതിലേക്ക് ആ റോഡിൽ നിന്ന് ബിൽഡിങ്ങിലേക്കുള്ള ആക്സസ് കാണിക്കണം. നോർത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ബിൽഡിംഗ് അതിന്റെ ചുറ്റുമുള്ള അതിരുകളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണിക്കണം. ഓക്കെ, എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് അതിലുണ്ടെങ്കിൽ അത് അവിടെ നിന്നുള്ള പുതിയ ബിൽഡിങ്ങിലേക്ക് ഡിസ്റ്റൻസ് കാണിക്കണം. അതുപോലെ എക്സിസ്റ്റിംഗ് വെല്ല്, ലീച്ച് പിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണം. ആ വെല്ലിൽ നിന്നും ആ ലീച്ച് പിറ്റ് അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിലേക്കുള്ള ഡിസ്റ്റൻസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇതാണ് സൈറ്റ് പ്ലാൻ. സൈറ്റ് പ്ലാൻ വരയ്ക്കുമ്പോൾ 1:400 സ്കെയിലാണ് നമ്മൾ വരയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് സൈറ്റ് പ്ലാനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്.